വാസ്തുപുരുഷനോടും മറ്റ് പ്രകൃതിയിലെ ശക്തികളോടും ഒക്കെ അനുവാദവും അനുഗ്രഹവും മേടിച്ചിട്ടാണ് നമ്മൾ കുറ്റിയടിക്കുന്നത്. ഇതിന് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി ദോഷങ്ങളും പലതും കാണുന്നുണ്ട്. അറിയാൻ പാടില്ലാതെ പലതും ചെയ്ത് കൂട്ടി നമ്മൾ വില കൊടുത്ത് ഇങ്ങോട്ട് ദുരിതം ഇരന്നു കഴിക്കും. തെക്കോട്ട് പേടിയാണ്, പക്ഷേ തെക്കോട്ടും നല്ലതാണ്. തെക്കോട്ടും ദർശനമുള്ള വീടുകളൊക്കെ നല്ല വീടുകളുണ്ട്. അതിൻ്റേതായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആ വാതിലുകളിലൊക്കെ ദർശനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തെക്കോട്ടും നല്ലതാണ്. സർ, വീടെന്ന് പറയുന്നത് ഒരാളുടെ വലിയൊരു സ്വപ്നമാണ്. വീട്, വസ്തു, വാസ്തു. പുതുതായി വീട് വയ്ക്കാൻ പോകുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സജഷൻസ് എന്തൊക്കെയായിരിക്കും? നല്ലൊരു ചോദ്യമാണ്. കാരണം ഇന്നിപ്പോൾ പലരും വീടുകൾ പല കോൺട്രാക്റ്റ് കൊടുത്ത് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വാങ്ങിച്ച് ആ വാങ്ങിക്കുന്ന വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ദുരിതങ്ങളായിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വീട് വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ആൾ അയാൾക്ക് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതിന് വാങ്ങിച്ച ഒരു സ്ഥലം നോക്കിയിട്ട് ചതുരശ്രീകരിച്ച് നമുക്ക് ആവശ്യമായ വീടിനുള്ള പ്ലാൻ തയ്യാറാക്കി ഇവിടെ ഇത് നല്ല വസ്തുവാണോ എന്നൊരു വാസ്തു വിദഗ്ധനെ കൊണ്ട് നോക്കിച്ചിട്ട് അവിടെ വീട് വെച്ചാൽ എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും എന്ന് കണ്ടെത്തിയിട്ടാണ് നമ്മൾ ആദ്യം ഒരു വീട് പണിയേണ്ടത്. നമ്മൾ അങ്ങനെ വീട് പണി തുടങ്ങുമ്പോൾ ആദ്യം വീട് വയ്ക്കുന്ന സ്ഥലത്തിൻ്റെ അതിരുകളും എല്ലാം നിശ്ചയിച്ച് ആ വീട് വയ്ക്കാൻ പറ്റിയ സ്ഥലമാണോ, അത് ദുരിതപൂർണമായിരുന്ന സ്ഥലമാണോ, അത് ശുദ്ധീകരിക്കേണ്ടതാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശുദ്ധീകരിച്ച് ചതുരശ്രീകരിച്ച് വളരെ നല്ല പുരയിടമാക്കി മാറ്റിയതിന് ശേഷം മാത്രമാണ് വീട് വയ്ക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ പ്രാരംഭ നടപടികളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ആ വീടിന് വേണ്ട സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ വീടിന് വേണ്ട ആദ്യത്തെ നടപടി കുറ്റിയടി എന്ന് പറഞ്ഞാൽ വടക്കൻ പ്രദേശങ്ങളിലൊക്കെ വളരെ ഒരു ചടങ്ങാണ്. ഇങ്ങോട്ട് ഇപ്പോൾ മധ്യ തിരുവിതാംകൂർ അങ്ങോട്ടൊക്കെ പോയാൽ ആ കുറ്റി അടിച്ചു അത്രേ ഉള്ളൂ, ആ വീട് പണി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇത് അങ്ങനെയല്ല. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ചടങ്ങായിട്ട് തന്നെ ആണ് കുറ്റിയടിക്കൽ. അതിൻ്റെ നല്ലൊരു മുഹൂർത്തം കണ്ടുപിടിച്ച് ആ മുഹൂർത്തത്തിൽ നമുക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന വീട് വാസ്തുപുരുഷനോടും മറ്റ് പ്രകൃതിയിലെ ശക്തികളോടും ഒക്കെ അനുവാദവും അനുഗ്രഹവും മേടിച്ചിട്ടാണ് നമ്മൾ കുറ്റിയടിക്കുന്നത്. ആ കുറ്റിയടിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ അറിയാം. ഈ വീട് എത്ര നാൾ കൊണ്ട് തീർക്കാൻ പറ്റും, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഇതിനിടയ്ക്ക് വരും, ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ എന്തെല്ലാം പ്രായശ്ചിത്തങ്ങളോ പരിഹാരങ്ങളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആ കുറ്റിയുടെ രാശി നോക്കിയിട്ടൊക്കെ പറയുന്ന ഒരു കണക്കുണ്ട്. ഇതിപ്പോൾ പലരും അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് പരിപാടിയായിട്ട് കല്ലും കുറ്റിയും എല്ലാം കൂടി മേടിച്ച് വെച്ചിട്ട് ഒറ്റയടി കല്ലുവിടൽ സെറ്റ് ഔട്ട് ചെയ്തു പാനം വെട്ടുന്ന ഒരു നടപടിക്രമത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലെങ്കിൽ നേട്ടം. ഈ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്. പക്ഷിമൃഗാദികൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വീടൊന്നുമില്ല, അവർക്ക് അതിൻ്റെതായ ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾ മനുഷ്യരുടെ സ്ഥിതി അങ്ങനെയല്ല. മനുഷ്യർക്ക് നമ്മൾ വീടായിട്ട് കുടുംബമായിട്ട് താമസിക്കുമ്പം നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നന്നായിരിക്കുക, അവിടെയുള്ള എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണം, മറ്റ് അനുഗ്രഹങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യവും എല്ലാം കിട്ടാവുന്ന സ്ഥലങ്ങളായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭാഗ്യം നമ്മിലേക്ക് വരണം. ഈ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കുന്ന 50% ചിലപ്പോൾ ഒരു ആളിൻ്റെ ജീവിതത്തിൽ നിന്നും ഈ വാങ്ങിച്ച സ്ഥലത്തു നിന്നുണ്ടാവുള്ളൂ. ബാക്കി നമ്മൾ വാസ്തുപ്രകാരം ആ വീട്ടിലേക്ക് എനർജി ഫ്ലോ ചെയ്യിച്ചിട്ട് ആണ് നമ്മളിത് കൽപ്പന ചെയ്തെടുക്കുന്നത്. ഈ രൂപകൽപ്പന ചെയ്തെടുക്കുന്ന എനർജിയുടെ ഫ്ലോയുടെ ഇതിനെ നിയന്ത്രിക്കുന്നതാണ് നമ്മളൊരു വാസ്തു വിദഗ്ധൻ. ഞങ്ങളെയൊക്കെ ചില ആധുനിക യുഗത്തിലെ ആൾക്കാർ സൂഡോ സയൻസുകാരെന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ സൂഡോ സയൻസ് ആയിക്കോട്ടെ, ഇത് തികച്ചും ഒരു ശാസ്ത്രമാണ്, വാസ്തുശാസ്ത്രം. മറ്റ് ഇതുപോലെ വെറുതെ പ്രഡിക്റ്റ് ചെയ്യണമല്ല. ആ ഭൂമിയുടെ അളവ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ വയ്ക്കുന്ന വീടിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ സയൻസ് പറയുന്നത്. ഇത് 100% കറക്റ്റാണ്. ഇതിന് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ ഒത്തിരി ദോഷങ്ങളും പലതും കാണുന്നുണ്ട്. അറിയാൻ പാടില്ലാതെ പലതും ചെയ്ത് കൂട്ടി നമ്മൾ വില കൊടുത്ത് ഇങ്ങോട്ട് ദുരിതം ഇരന്നു കഴിക്കും. ഇപ്പോൾ ചിലർ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു കുടിലായിരുന്നായിരിക്കാം താമസിച്ചിരുന്നത്.
തറയ്ക്ക് കല്ലിട്ടോ അന്ന് തുടങ്ങി പ്രശ്നങ്ങൾ തുടങ്ങിയ കുടുംബങ്ങളുണ്ട്. ഉണ്ട്. വീട് പണിയൊന്ന് പകുതിയായിട്ട് നിന്നിട്ട് പിന്നെ അതോടുകൂടി നിന്നു പോകുക, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു വീട്ടിൽ തൊട്ടാ കടം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നോക്കി കണ്ട് നമുക്ക് പരിഹരിച്ച് ചെറിയ 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 ഡിഫക്റ്റ് ആയിരിക്കും അതിനകത്ത് ചെയ്ത് വെച്ച് കൂട്ടിയ ചെറിയ ഡിഫക്റ്റുകൾ കൊണ്ടായിരിക്കാം നമുക്കിതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതല്ലെങ്കിൽ പണി നിന്ന് പോകും. ചില പണി അടിത്തറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും, അയാൾക്ക് അത് ചുമക്കാൻ പറ്റില്ല, അതെടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ മുകളിലേക്കുള്ള ലിൻഡിൽ പൊക്കം കെട്ടിക്കഴിയുമ്പോൾ അവിടെ കിടന്നു പോകും. അങ്ങനെ അതിനെല്ലാം ഓരോ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ചെയ്തു വയ്ക്കുന്നുണ്ടാവും. ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ വാസ്തുപുരുഷൻ ബാലൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് മാറ്റി കൊടുത്താൽ, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി, അത് ഈ ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ മാറ്റി നല്ല 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 സൗഭാഗ്യദായകമായ വീടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഇതിൽ തന്നെ വേറൊരു ചോദ്യം വരും. ഇപ്പം തമാശക്കാണെങ്കിലും പലരും പറയാറുണ്ട്, വീട് വെച്ചിട്ട് കിടന്നുറങ്ങണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ വീട് പണി തീർന്നു, ഇപ്പം ആ വീട്ടിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അത് വീടിൻ്റെ കുഴപ്പമല്ല, വീട് പണിതപ്പം ഉണ്ടാക്കി വെച്ച ചില എനർജി കട്ടായി പോകുന്ന ഒരു സംവിധാനം. ആ വീട് വച്ചപ്പോൾ അശ്രദ്ധമായിട്ട് വാസ്തു ബേസ് ചെയ്തല്ലാതെ വച്ചിട്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ വാസ്തു കൺസൾട്ടൻറ്റിനെ വെച്ച് കുറ്റി അടിച്ചിട്ട് തോതുണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങേര് കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായി എനർജി കട്ടായി പോകുന്ന എന്തെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മേളിലേക്ക് വരുമ്പോൾ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ദുരിതങ്ങളോ കടങ്ങളൊക്കെ വന്നു കയറുന്നത്. ഇത് മാറും. നോക്കി പരിശോധിച്ചിട്ട് ചെറിയ ചെറിയ പരിഹാരങ്ങളല്ലേ ചെയ്തു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സംശയമാണ്, ഇതിപ്പം സ്വന്തമായി വീട് വെക്കുന്നവരുടെ കാര്യമല്ലേ, ഇതിപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുക, അങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാസ്തു നോക്കേണ്ടതുണ്ടോ? അപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ ദർശനവും വീട്ടിലെ കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും നോക്കാറുണ്ടല്ലോ. ഈ കാറ്റും വെളിച്ചവും കയറുന്നത് വടക്കു നിന്നും കിഴക്കു നിന്നും കൂടുതൽ കയറുന്ന വീടുകളാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ നല്ല അന്തരീക്ഷമായിരിക്കാം വാടക വീട്ടിലുണ്ടാകുന്നത്. അത് വാടക വീട് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ ഒരു വാടക വീട് അന്വേഷിച്ച് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒന്നില്ലെങ്കിൽ റെൻ്റ് എത്രയാണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവരെടുക്കുന്നത്. ഒരിക്കലും വാസ്തു നോക്കി വാടക വീട് എടുക്കുന്നവർ ചുരുക്കമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വാടക വീട് നോക്കുന്നവരോട് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? സ്വാഭാവികമായിട്ടും വാസ്തുവിന് അല്ലെങ്കിൽ വാസ്തു ബേസ് ചെയ്തിട്ടല്ല ഒരാൾ വാടകയ്ക്ക് വീടെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ജോലി ട്രാൻസ്ഫർ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പം അവിടെ അടുത്ത് കൺവീനിയൻ്റ് ആയിട്ട് ഏറ്റവും അടുത്തുള്ളൊരു വീട്, ജോലിക്ക് പോകാനുള്ള എളുപ്പം, വാടക അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയത്, ഇതൊക്കെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആരും അതിൻ്റെ ഡയറക്ഷനൊന്നും പ്രത്യേകിച്ച് ചോദിക്കാറില്ല. അങ്ങനെ ചോദിച്ച് എടുക്കുന്ന വളരെ വിരളമായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങോട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമുള്ള വീട് വേണം, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം പടിഞ്ഞാറോട്ട് ദർശനം എടുക്കുകയുള്ളൂ. തെക്കോട്ട് പേടിയാണ്, പക്ഷേ തെക്കോട്ടും നല്ലതാണ്. തെക്കോട്ട് ദർശനമുള്ള വീടുകളൊക്കെ നല്ല വീടുകളുണ്ട്. അതിൻ്റേതായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആ വാതിലുകളിലൊക്കെ ദർശനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തെക്കോട്ടും നല്ലതാണ്. ഇതെല്ലാവരും പേടിച്ച് നിൽക്കും. ഈ പേടിയില്ലാത്തവർക്ക് അതൊന്നും പ്രശ്നമില്ല. വന്ന് ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രം അയ്യോ എന്ത് പറ്റി എന്ന് നോക്കുന്നത്. വാടകയ്ക്ക് വീടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട് നോക്കി തന്നെ എടുക്കണം. വാടകയ്ക്ക് വീടെടുക്കുകയാണെങ്കിലും ഓഫീസ് എടുക്കുകയാണെങ്കിലും ഒക്കെ ഇതിൻ്റെ ദിക്പരിച്ഛേദങ്ങളെല്ലാം നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഐശ്വര്യം നമുക്ക് താനേ വരും. അതിന് യാതൊരു സംശയമില്ല, 100% ഉറപ്പാണ്. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.